നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. രാഹുവും കേതുവും എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ഒരു പഴയ കുടുംബത്തിൻ്റെ പുതുതലമുറകളിൽ വരുന്ന മാറ്റങ്ങൾ അംഗീകരിക്കാൻ മടിക്കുന്ന പഴമക്കാരും അതുമായി ഇഴുകിച്ചേരുന്ന പുതുമക്കാരും സമന്വയിക്കുന്ന ഒരു സാമൂഹിക പ്രസക്തിയുള്ള കഥയാണിത്. കഥയിലേക്ക് പോകാം. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലുള്ള കൊല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹൊസനഗര എന്ന ഗ്രാമം പ്രകൃതി ഭംഗി കൊണ്ടും സംസ്കാര പാരമ്പര്യം കൊണ്ടും പ്രശസ്തമായ ഈ ഗ്രാമത്തിലെ അതിപുരാതനമായ ഒരു ഭട്ട് കുടുംബത്തിലാണ് സിദ്ധാർത്ഥ് ഭട്ടിൻ്റെയും ലക്ഷ്മി ഭട്ടിൻ്റെയും മൂത്ത മകനായി അനന്തഭട്ട് എന്ന ഞാൻ ജനിച്ചത്. ഇവിടെയുള്ള ഭട്ടുമഠത്തിൽ അപ്പയും അമ്മയും തങ്ങളും താതയുടെയും താതമ്മയുടെയും കൂടെയാണ് പണ്ടു മുതലേ താമസിച്ചിരുന്നത്. അതുകൊണ്ട് ചെറുപ്പം മുതൽ ഭട്ട് സംസ്കാരങ്ങൾ കണ്ടാണ് ഞാനും സഹോദരൻ ഗോവിന്ദും വളർന്നത്. അതുകൊണ്ട് വീട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ സിരകളിൽ ഓടുന്നുണ്ടായിരുന്നു. താത രാവിലെ എഴുന്നേറ്റ് ശുദ്ധി ചെയ്ത് പൂജ തുടങ്ങുന്നത് കേട്ടാണ് കുട്ടികളായ ഞങ്ങളെ അമ്മ ഉണർത്തുന്നത്. മടി പിടിച്ച് കട്ടിലിൽ കിടക്കാൻ തോന്നുമെങ്കിലും സാധിക്കില്ല. അതിരാവിലെ മുതൽ വീട് ആകെ ഉണർന്നു കഴിഞ്ഞിരിക്കും. താതമ്മയും അമ്മയും കൂടിയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. പണിക്കാർക്ക് വീടിനകത്ത് പ്രവേശനമില്ല. പുറംപണികൾ മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ. വീടിന് പുറത്തേക്ക് താതയും അപ്പയും ഇറങ്ങുന്നത് രാഹു അനുസരിച്ചാണ്. രാവിലെ നല്ല കണി കണ്ട് വേണം ദിവസം തുടങ്ങാനെന്നും നിർബന്ധമാണ്. അതിനായി താത വീട്ടിലെയും അടുത്ത വീടുകളിലെയും പലരെയും കണ്ടുവച്ചിട്ടുണ്ട്. രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പോ അത് കഴിഞ്ഞോ അല്ലാതെ ഒരു നല്ല കാര്യവും ചെയ്യാൻ താതയോ അപ്പയോ സമ്മതിക്കില്ല. അതിന് കൃത്യമായ ഓരോ ദിവസവും കണക്കുണ്ട്. അത് മനഃപ്പാഠവുമാണ്. അതുകൊണ്ട് കുട്ടികളായ ഞങ്ങളും കാലക്രമേണ ആ സമയങ്ങൾ പഠിച്ചെടുത്തു. അതുപോലെ തന്നെ കേതുവിൻ്റെ അപഹാരമുള്ള സമയത്ത് ഒരു നല്ല കാര്യങ്ങളും തുടങ്ങാൻ നല്ലതല്ല എന്ന് ഞങ്ങളും വിശ്വസിച്ചു. അതൊക്കെ വീട്ടിലെ ഒരു ചിട്ടയായി മാറിക്കഴിഞ്ഞിരുന്നു. രാഹു കേതു ദോഷങ്ങൾ അകറ്റാനുള്ള പൂജകളും പ്രാർത്ഥനകളും മഠത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. വാസ്തു അനുസരിച്ചാണ് ഞങ്ങളുടെ ലക്ഷ്മി മഠം പണിതത്. അതിൽ ആർക്കും ഒട്ടും സന്ദേഹമില്ല. മഠത്തിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഈശാനകോണിൽ ശുദ്ധിയുണ്ടോ, അഗ്നിമൂല സ്ഥാനം ശരിയാണോ എന്നുമൊക്കെ തിട്ടപ്പെടുത്തിയിരുന്നു. വീട്ടിലെ പൂജാമുറിയുടെയും അടുക്കളയുടെയും വാസ്തു അനുഷ്ഠിതമായ സ്ഥാനങ്ങൾ താത ശരിയായി നോക്കിയതുമാണ്. വാസ്തു ഹോമവും നവഗ്രഹ പൂജയും നടത്തിയാണ് ഗൃഹപ്രവേശം നടത്തിയതും. ഇതൊക്കെ ഏറെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് താത. അതിലൊരു തർക്കവുമില്ല. എന്നാൽ താതമ്മ പെട്ടെന്നൊരു ദിവസം അടുക്കളയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. 50 വയസ്സ് തികയുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് താതമ്മ ഞങ്ങളെ വിട്ടുപോയത്. ലക്ഷ്മി മഠം ആകെ ദുഃഖത്തിലായി. താത ജ്യോത്സ്യരെ കൊണ്ട് കവിടി നിരത്തിച്ചു, പൂജകൾ ചെയ്തു. വാസ്തുവിൽ അല്പം പിശകുണ്ട്. കന്നിമൂല ഒരല്പം ചരിഞ്ഞു കിടപ്പ് മുറിയുടെ പുറത്ത് ഉള്ള ശൗചാലയത്തിൻ്റെ ഭിത്തിയോട് തള്ളി നിൽക്കുന്നു. അതൊരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഗണപതി ഹോമം നടത്തണം. കന്നിമൂലയിലുള്ള ഭാഗം ഇടിച്ചു മാറ്റി പൂജാമുറിയാക്കണം. അങ്ങനെ ജ്യോത്സ്യർ പറഞ്ഞ പ്രതിവിധികളെല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിലും താത മാനസികമായി തളർന്നിരുന്നു. താതയെ വൈകാതെ രോഗങ്ങൾ ഓരോന്നോരോന്നായി പിടിക്കാൻ തുടങ്ങി. അപ്പ വ്യാകുലപ്പെട്ട് പൂജകളുടെ എണ്ണവും വ്യാപ്തിയും കൂട്ടിക്കൊണ്ടിരുന്നു. ഞാൻ കോളേജ് പഠനം കഴിഞ്ഞ് അക്കൗണ്ടൻസിയും CA ക്ലാസ്സുകളുമായി ചെന്നൈയിൽ ഹോസ്റ്റലിലായി. ഒരു ദിവസം വീട്ടിൽ നിന്ന് വന്ന ഫോണിൽ കൂടിയാണ് താതയുടെ വിയോഗം അറിഞ്ഞത്. കർമ്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അപ്പ ആകെ ദുഃഖത്തിൽ കൂടി കടന്നു പോവുകയായിരുന്നു. ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പയുടെ കണ്ണന്ന് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ പോയതറിഞ്ഞില്ല. ഞാൻ CA പാസ്സായി CFAക്ക് ചേർന്നു. അതിൻ്റെ കൂടെ ജോലിയും ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ജോലിക്കൊരു നല്ല ഓഫർ കിട്ടിയത്. ഞാൻ വിവരം വീട്ടിൽ പറഞ്ഞു. അപ്പയും അമ്മയും പാതി മനസ്സോടെ സമ്മതിച്ചു. അപ്പോഴേക്കും ഗോവിന്ദും അവൻ്റെ എഞ്ചിനീയറിംഗ് IITയിൽ നിന്ന് കഴിഞ്ഞ് ഉപരിപഠനത്തിന് അമേരിക്കയിൽ പോയി കഴിഞ്ഞിരുന്നു. അപ്പയും അമ്മയും പൂജകളും മന്ത്രങ്ങളുമായി ഭട്ടുമഠത്തിൽ ഒറ്റയ്ക്കായി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബെറ്റി എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എങ്ങനെയെന്നറിയില്ല. സൗഹൃദം സ്നേഹമായി മാറി. ഞങ്ങൾ പ്രണയബദ്ധരായി. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അപ്പയ്ക്കായിരുന്നു കൂടുതൽ വിഷമം. അമ്മ അപ്പയെ സമാധാനിപ്പിച്ചു. ഞങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നാട്ടിലൊരു സൽക്കാരം നടത്തി. അടുത്ത വർഷം അപ്പയെയും അമ്മയും ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി.
ഗോവിന്ദും അവർ വന്ന സമയത്ത് ഓസ്ട്രേലിയയിലേക്ക് വന്നിരുന്നു. എല്ലാവരും ഒന്നിച്ച് പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ പോയി. എൻ്റെ ഓർമ്മയിൽ അപ്പയും അമ്മയും ഇത്രയും സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. തിരിച്ച് നാട്ടിൽ പോകാറായപ്പോൾ ബെറ്റിയോട്, മോളെ നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ എന്ന് അമ്മ സ്നേഹത്തോട് പറഞ്ഞു. ഗോവിന്ദും പഠിത്തം കഴിഞ്ഞ് അമേരിക്കയിൽ തന്നെ ജോലിയായി. കൂടെ പഠിച്ചിരുന്ന എലീസ എന്നൊരു ഫ്രഞ്ച് കുട്ടിയുമായി അവൻ അടുപ്പത്തിലായിരുന്നു. അവനും എലീസും അമേരിക്കയിൽ വെച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പയും അമ്മയും ബെറ്റിയും ഞാനും അമേരിക്കയിലേക്ക് പോയി. വളരെ ആഘോഷമായി ആ ചടങ്ങുകൾ അവിടെ നടന്നു. ഇന്ന് ഞാനും ബെറ്റിയും മോളും ഓസ്ട്രേലിയയിൽ നിന്നും ഗോവിന്ദും എലീസും കുട്ടികളും അമേരിക്കയിൽ നിന്നും നാട്ടിലെ ഭട്ടുമഠത്തിൽ ചെല്ലുമ്പോൾ ഒരു ഉത്സവം പോലെയാണ്. അപ്പയും അമ്മയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു വരുത്തുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ പഴയ രാഹുവിനെയും കേതുവിനെയും ഒക്കെ ഓർത്തുപോകും. വെജിറ്റേറിയൻ ഭക്ഷണമല്ലാതെ മറ്റൊരു കാര്യം ചിന്തിക്കുവാൻ പോലും പറ്റാതിരുന്ന ഞങ്ങളുടെ യാഥാസ്ഥിതിക കുടുംബം എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് ആലോചിച്ച് കുടുംബക്കാരെല്ലാം അത്ഭുതപ്പെട്ടു. രാഹുവും കേതുവും കന്നിമൂലയും എന്തെന്ന് പോലും അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞുമക്കൾ കളിക്കുന്നതിനിടയിൽ ടാബും കണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ പണ്ട് ശുദ്ധി കൈവരിക്കാതെ പ്രാതൽ തരില്ലെന്ന് വാശി പിടിക്കുന്ന താതമ്മയെ സ്നേഹത്തോടെ ഞാൻ ഓർത്തുപോയി. എങ്ങനെയുണ്ട് എൻ്റെ കഥ? കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.